യു പി എസ് സി സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷന് പലപ്പോഴും യു പി എസ് സി ചോദ്യങ്ങൾ ചോദിക്കാറുള്ള, എന്നാൽ അതേസമയം ആസ്പിറൻസ് കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്ന കാര്യത്തിൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്നുള്ള ടൈപ്സ് ഓഫ് എമർജൻസീസ് അല്ലെങ്കിൽ എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ പ്രിലിംസിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മളൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് പോകുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എമർജൻസിയെ കുറിച്ചാണ്. സോ വെൽക്കം ടു റൈസ് അപ്പ് IAS. സോ നമ്മൾ ഈ ടൈപ്സ് ഓഫ് എമർജൻസിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 18-നകത്ത് പാർട്ട് 18-നകത്ത് ആർട്ടിക്കിൾ 352 തൊട്ട് 360 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് എമർജൻസി പ്രൊവിഷൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എക്സെപ്ഷണൽ സിറ്റുവേഷൻസിൽ മാത്രം യൂസ് ചെയ്യാനുള്ള, അതായത് ഇന്ത്യയുടെ സെക്യൂരിറ്റി ത്രട്ടൻ ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ ക്രെഡിറ്റ് ഓഫ് ഇന്ത്യയോ ത്രട്ടൻ ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിലെ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അനുസരിച്ചല്ല ആ സംസ്ഥാനത്തിലെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് എന്നുള്ള സിറ്റുവേഷൻ വരിക, ഇങ്ങനെയൊക്കെയുള്ള എക്സ്ട്രീം സിറ്റുവേഷൻസിൽ മാത്രം എടുത്ത് ഉപയോഗിക്കേണ്ട പ്രൊവിഷൻസിനെയാണ് നമ്മൾ ഈ എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എമർജൻസി പ്രൊവിഷൻസിനെ കുറിച്ച് പറയുന്ന പാർട്ട് 18-നകത്ത് പാർട്ട് 18-നകത്ത് 3 തരം എമർജൻസീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ആർട്ടിക്കിൾ 352-നകത്ത് പറയുന്ന നാഷണൽ എമർജൻസിയാണ്. ഓക്കെ, നമ്മൾ ദേശീയ അടിയന്തരാവസ്ഥ എന്നൊക്കെ പറയും. രണ്ടാമത്തത് ആർട്ടിക്കിൾ 356-ൽ പറയുന്ന പ്രസിഡൻസ് റൂളാണ്, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മളതിനെ സ്റ്റേറ്റ് എമർജൻസി എന്ന് വിളിക്കാറുണ്ട്, ബട്ട് കോമൺലി നോൺ ആസ് പ്രസിഡൻസ് റൂൾ. മൂന്നാമത്തത് ആർട്ടിക്കിൾ 360-കകത്ത് പറയുന്ന ഫിനാൻഷ്യൽ എമർജൻസിയാണ്, അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. അപ്പോൾ ഈ 3 എമർജൻസീസും ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഡിക്ലെയർ ചെയ്യപ്പെടുന്നത്, ഇത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഈ എമർജൻസീസിൻ്റെ ഇമ്പാക്റ്റ്, ഈ എമർജൻസി നിലവിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നോർമലി ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനകത്ത്, അല്ലെങ്കിൽ നോർമലി ഉള്ള സാഹചര്യങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെക്കാനിസത്തിനകത്ത് എന്ത് മാറ്റങ്ങളാണ് ഇത് വരുത്താൻ പോകുന്നത് എന്നീ കാര്യങ്ങളാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് നാഷണൽ എമർജൻസിയാണ്. അപ്പോൾ ഈ നാഷണൽ എമർജൻസിയുടെ കേസിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരിടത്തും നാഷണൽ എമർജൻസി എന്ന് പറയുന്നൊരു വാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പകരം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനെ വിളിക്കുന്നത് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി എന്നാണ്. ഓക്കെ, പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി നമ്മൾ അതിനെ കോമൺലി വിളിക്കുമ്പോൾ നാഷണൽ എമർജൻസി എന്ന് വിളിക്കുന്നേ ഉള്ളൂ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ കോൾ ഇറ്റ് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി. അപ്പോൾ ആർട്ടിക്കിൾ 352 അനുസരിച്ച് ഇന്ത്യയുടെ സെക്യൂരിറ്റി, വാറ്, എക്സ്റ്റേണൽ അഗ്രഷൻ, ആംഡ് റിബലിയൻ, ഈ 3 കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണത്താൽ ത്രട്ടൻ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമിനന്റ് ഡേഞ്ചർ ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് ഇന്ത്യൻ പ്രസിഡന്റിന് ഇന്ത്യയിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ പ്രസിഡന്റ് ആണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ഈ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത് വാറ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ, അല്ലെങ്കിൽ ആംഡ് റിബലിയൻ, ഈ 3 കാരണത്താൽ, ഈ 3 കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണത്താൽ ഒന്നുകിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റി ത്രട്ടൻ ചെയ്യപ്പെടണം, അതല്ലെങ്കിൽ ഈ പറയുന്ന വാറോ എക്സ്റ്റേണൽ അഗ്രഷനോ ആംഡ് റിബലിയനോ നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രസിഡന്റിന് എമർജൻസി പ്രഖ്യാപിക്കാം ഇഫ് ദർ ഈസ് ആൻ ഇമിനന്റ് ഡേഞ്ചർ ഓഫ് സച്ച് തിങ്സ് ഫ്രം ഹാപ്പനിങ്. ഓക്കെ, ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത, ഒരു ഇമിനന്റ് ഡേഞ്ചർ അവിടെ ഉണ്ടെങ്കിൽ പ്രസിഡന്റിന് എമർജൻസി പ്രഖ്യാപിക്കാം. അപ്പോൾ ഈ വാറോ എക്സ്റ്റേണൽ അഗ്രഷനോ ആംഡ് റിബലിയനോ നടക്കുന്നതിന് മുമ്പും ഇതിൻ്റെ ഇമിനന്റ് ഡേഞ്ചർ ഉണ്ടെങ്കിലും പ്രസിഡന്റിന് എമർജൻസി പ്രഖ്യാപിക്കാം എന്ന് മനസ്സിലാക്കുക. ഇനി അതേപോലെ തന്നെ ഇതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആംഡ് റിബലിയന് പകരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന കാര്യമാണ്. ഓക്കെ, ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആണ്. പക്ഷേ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് വളരെയധികം ആംബിഗ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ട് മാറാൻ സാധ്യതയുള്ള, ഏത് രീതിയിലും ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാക്കായതുകൊണ്ട് തന്നെ 1978-ലെ 44th അമെൻമെന്റിലൂടെ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ഗ്രൗണ്ടാണ് ആംഡ് റിബലിയൻ എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി രണ്ടാമതായിട്ട് ഈ എമർജൻസിയുടെ കേസിൽ മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെയാണ് പ്രസിഡന്റ് ഇന്ത്യയിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ്, പ്രസിഡന്റിന്റെ അധികാരം എക്സസൈസ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡ് ആൻഡ് അഡ്വൈസിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ നാഷണൽ എമർജൻസിയുടെ കേസിൽ പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡ് ആൻഡ് അഡ്വൈസിന്റെ അടിസ്ഥാനത്തിലല്ല പ്രസിഡന്റ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ഇവിടെ അതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 352 പറയുന്നത് യൂണിയൻ ക്യാബിനറ്റിന്റെ റിട്ടൺ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുക എന്നാണ്. ഓക്കെ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വിൽ proclaim emergency on the basis of a written recommendation made by യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഒന്ന്, പ്രസിഡന്റിന് കൊടുക്കേണ്ട റെക്കമെൻഡേഷൻ റിട്ടൺ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഈ പറയുന്ന ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഒപ്പുവെച്ചിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ പ്രസിഡന്റിന് കൊടുത്താലേ എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റൂ. രണ്ട്, ഈ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ല, യൂണിയൻ ക്യാബിനറ്റ് ആണ്. ഓക്കെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ സീനിയർ ആയിട്ടുള്ള ചില മിനിസ്റ്റേഴ്സിന് മാത്രമേ ക്യാബിനറ്റ് റാങ്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ റിട്ടൺ റെക്കമെൻഡേഷൻ ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒറിജിനലി ഉണ്ടായിരുന്നില്ല. ഇതും 1978 44th അമെൻമെന്റിലൂടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിക്കിൾ 352 മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന വാക്ക് കാണാൻ പറ്റൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മന്ത്രിമാരെ കുറിച്ച് പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നുള്ള പേരിലാണ്. ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. അപ്പോൾ ഇത്തരത്തിൽ യൂണിയൻ ക്യാബിനറ്റിന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ, റിട്ടൺ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് ഒരു നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചാൽ വിത്തിൻ 2 monthsനകത്ത് ഇന്ത്യൻ പാർലമെന്റിലെ 2 സഭകളും സ്പെഷ്യൽ മെജോറിറ്റിയിൽ ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ഈ ഡിക്ലറേഷനെ റാറ്റിഫൈ ചെയ്യണം എന്നുണ്ട്. പാർലമെന്റ് ഇതിനെ അപ്രൂവ് ചെയ്യണമെന്നുണ്ട്. വിത്തിൻ 1 monthനകത്ത്, 2 months അല്ല, വിത്തിൻ 1 monthനകത്ത് ഇന്ത്യൻ പാർലമെന്റിന്റെ 2 സഭകളും സ്പെഷ്യൽ മെജോറിറ്റിയിൽ ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ഇതിനെ റാറ്റിഫൈ ചെയ്യണം. പക്ഷേ ഇതിലും നിങ്ങൾ ഓർത്തിരിക്കുക, ഇവിടെയും ഈ 44th അമെൻമെന്റ് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒറിജിനലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 monthsനകത്ത് റാറ്റിഫൈ ചെയ്താൽ മതി എന്നാണ്. അത് സിമ്പിൾ മെജോറിറ്റിയിൽ മതി എന്നാണ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നത്. ഇവിടെ അത് 1 monthനകത്ത് സ്പെഷ്യൽ മെജോറിറ്റിയിൽ റാറ്റിഫൈ ചെയ്യണം എന്നുണ്ട്. ഇനി ഇങ്ങനെ റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 6 മാസത്തേക്ക് ഈ എമർജൻസി കണ്ടിന്യൂ ചെയ്യും. ദാറ്റ് മീൻസ് എമർജൻസി പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാ 6 മാസം കൂടുമ്പോഴും ഇന്ത്യൻ പാർലമെന്റിന്റെ 2 സഭകളും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ഇത് റാറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതും ഈ 6 മാസം കൂടുമ്പോഴുള്ള പീരിയോഡിക്കൽ റാറ്റിഫിക്കേഷൻ വേണം എന്നുള്ള കാര്യവും സെയിം 1978 44th അമെൻമെന്റിലൂടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്യപ്പെട്ടതാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ്റെ അതേപോലെ തന്നെ പാർലമെന്ററി അപ്രൂവലിൻ്റെ കേസ്. അപ്പോൾ ഇത്തരത്തിൽ 6 മാസം കൂടുമ്പോൾ പാർലമെന്ററി അപ്രൂവൽ സ്പെഷ്യൽ മെജോറിറ്റിയിൽ കിട്ടിക്കൊണ്ടിരുന്നാൽ എത്ര കാലം വേണമെങ്കിലും എമർജൻസിക്ക് കണ്ടിന്യൂ ചെയ്യാം. എമർജൻസിക്ക് ഒരു അപ്പർ ലിമിറ്റ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് ഈ എമർജൻസിയുടെ കേസിൽ പറയുന്ന മറ്റൊരു പ്രൊവിഷനാണ്, ഇന്ത്യൻ പ്രസിഡന്റിന് വേണമെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൗണ്ട്സിൻ്റെ പേരിൽ ഡിഫറെൻറ്റ് എമർജൻസീസ് പ്രഖ്യാപിക്കാം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇന്ത്യയിൽ വാറിൻ്റെ പേരിൽ ഒരു നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു എന്ന് വെക്കുക. അപ്പോൾ വാറിൻ്റെ പേരിലുള്ള ആ നാഷണൽ എമർജൻസി ഇവിടെ നിലനിൽക്കെ തന്നെ ഇവിടെ ഒരു ആംഡ് റിബലിയൻ നടന്നു എന്ന് വെച്ചു. അപ്പോൾ ആംഡ് റിബലിയൻ്റെ പേരിൽ പുതിയൊരു എമർജൻസി പ്രഖ്യാപിക്കാം. അങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ എമർജൻസീസ് വേണമെങ്കിൽ ഇന്ത്യയിൽ ഒരേ സമയം നിലവിലുണ്ടാവാം. അപ്പോൾ ഈ കാര്യം 1975 38th അമെൻമെന്റ് ആക്ടിലൂടെ ആഡ് ചെയ്യപ്പെട്ടതാണ്. ഇന്ത്യൻ പ്രസിഡന്റിന് ഡിഫറെൻറ്റ് ഗ്രൗണ്ട്സിൻ്റെ പേരിൽ ഒരേ സമയം ഡിഫറെൻറ്റ് എമർജൻസീസ് പ്രഖ്യാപിക്കുക എന്നുള്ളത്. അങ്ങനെ ഇന്ത്യയിൽ സൈമൾട്ടേനിയസ് ആയിട്ട് മൾട്ടിപ്പിൾ എമർജൻസീസ് നിലവിലുണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1975 to 77 കാലഘട്ടമാണ്. ഓക്കെ, അതായത് 75-77 കാലഘട്ടത്തിൽ എക്സ്റ്റേണൽ അഗ്രഷൻ്റെ പേരിൽ 1971 പ്രഖ്യാപിച്ചൊരു എമർജൻസി അവിടെ നിലനിൽക്കെ തന്നെയാണ് 1975 ഇന്റേണൽ ഡിസ്റ്റർബൻസിന്റെ പേരിൽ രണ്ടാമതൊരു എമർജൻസിയും പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ 2 എമർജൻസികളും 75 to 77 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു.
അതേപോലെ തന്നെ 1976 42nd അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റിന് വേണമെങ്കിൽ ഇന്ത്യയിലെ ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രമായിട്ട് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം. അതായത് ഇപ്പോൾ കേരളത്തിൽ മാത്രമായിട്ട് പ്രസിഡന്റിന് വേണമെങ്കിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഓൾ ഇന്ത്യ ലെവലിൽ മാത്രമേ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ 76 42nd അമെൻമെൻറ്റിന് ശേഷം ഇന്ത്യയിൽ ഏതെങ്കിലും സ്പെസിഫിക് പാർട്ടിൽ പ്രസിഡന്റിന് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ പറയുന്ന 1975 38th അമെൻമെൻറ്റിലൂടെ നാഷണൽ എമർജൻസി വൺസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ജുഡീഷ്യൽ റിവ്യൂ ഇല്ല എന്നുള്ളൊരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 1978 44th അമെൻമെൻറ്റിലൂടെ ഈ ജുഡീഷ്യൽ റിവ്യൂ ഇല്ല എന്നുള്ള പ്രൊവിഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തിന്റെ മുകളിലും ഇതിന്റെ ഡ്യൂറേഷന്റെ മുകളിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്റേണൽ ഡിസ്റ്റർബൻസ് മാറ്റി ആംഡ് റിബലിയൻ ആക്കി, ക്യാബിനറ്റിന്റെ റിട്ടേൺ റെക്കമെൻഡേഷൻ വേണമെന്നുള്ളത് പ്രൊവിഷൻ കൊണ്ടുവന്നു. 2 മാസത്തിനകത്ത് പാർലമെന്ററി അപ്രൂവൽ എന്നുള്ളത് 1 മാസത്തിനകത്ത് സ്പെഷ്യൽ മെജോറിറ്റിയിലുള്ള പാർലമെന്ററി അപ്രൂവൽ എന്നാക്കി. 6 മാസം കൂടുമ്പോൾ പീരിയോഡിക്കലായിട്ടുള്ള അപ്രൂവൽ കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ 78 44th അമെൻമെൻറ്റിലൂടെ എമർജൻസിയുടെ മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണ് എമർജൻസി പിൻവലിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 352 അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റിന് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ റിവോക്ക് നാഷണൽ എമർജൻസി അറ്റ് എനി ടൈം ത്രൂ എ ന്യൂ പ്രൊക്ലമേഷൻ. അത് കൂടാതെ അപ്പോൾ പ്രസിഡന്റ് നാഷണൽ എമർജൻസി വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡ് ആൻഡ് അഡ്വൈസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് വിഡ്രോ ചെയ്യാം. അതല്ലാതെ നാഷണൽ എമർജൻസി വിഡ്രോ ചെയ്യാനുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലോക്സഭ സിമ്പിൾ മെജോറിറ്റിയിൽ ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട്, ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് എമർജൻസി വിഡ്രോ ചെയ്യാൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടാൽ പ്രസിഡന്റ് എമർജൻസി റിവോക്ക് ചെയ്യണം എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലോക്സഭയ്ക്ക് ഇത്തരത്തിൽ സിമ്പിൾ മെജോറിറ്റിയിൽ ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് പ്രസിഡന്റിനോട് എമർജൻസി വിഡ്രോ ചെയ്യാൻ ആവശ്യപ്പെടാനുള്ള അധികാരം കൊടുക്കുന്നതും 1978 44th അമെൻമെൻറ്റിലൂടെയാണ്. ഓക്കെ, ഇതും ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നില്ല. ഇത് ലോക്സഭയ്ക്ക് മാത്രമുള്ളൊരു സ്പെഷ്യൽ പവറാണ്. ദ ലോക്സഭ ക്യാൻ അഡ്വൈസ് ഓർ റെക്കമെൻഡ് ദ വിഡ്രോവൽ ഓഫ് എമർജൻസി ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇതാണ് എമർജൻസിയുടെ വിഡ്രോവലിൻ്റെ കേസ്. ഇനി നമുക്ക് നാഷണൽ എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട അടുത്തതായിട്ട് നോക്കേണ്ടത് നാഷണൽ എമർജൻസി ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നാഷണൽ എമർജൻസി വൺസ് ഇന്ത്യയിൽ പ്രൊക്ലൈം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് 3 തരത്തിലുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. ഒന്ന്, ഇറ്റ് വിൽ ഇമ്പാക്ട് ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. 2, ഇറ്റ് വിൽ ഇമ്പാക്ട് ദ ഡ്യൂറേഷൻ ഓഫ് ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആൻഡ് തേർഡ്ലി ഇറ്റ് വിൽ ഇമ്പാക്ട് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ. അപ്പോൾ ഇത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനകത്ത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സെൻട്രൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് റിലേഷനെയും അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷനെയും ഫിനാൻഷ്യൽ റിലേഷനെയും ബാധിക്കും. അപ്പോൾ ലെജിസ്ലേറ്റീവ് റിലേഷൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഏതൊരു സബ്ജക്റ്റിനകത്തും പാർലമെന്റിന് ലോ മേക്കിംഗ് പവർ കിട്ടും. സാധാരണഗതിയിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റുകളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് അതത് സംസ്ഥാന നിയമസഭകൾക്കാണ്. പക്ഷെ നാഷണൽ എമർജൻസി നിലവിലുള്ള സമയത്ത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഏത് സബ്ജക്റ്റിലും പാർലമെന്റിന് ലോ മേക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഒരു സൺസെറ്റ് ക്ലോസ് ഉള്ള നിയമങ്ങളാണ്. ദാറ്റ് മീൻസ് കുറച്ചേരം കഴിഞ്ഞാൽ ഈ നിയമം ഇല്ലാതാവും. ഓക്കെ, അതായത് ഈ നാഷണൽ എമർജൻസി വിഡ്രോ ചെയ്ത് 6 മാസം കഴിയുമ്പോൾ ഇത്തരത്തിൽ എമർജൻസിയുടെ സമയത്ത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടിരുന്ന സബ്ജക്റ്റുകളിൽ പാർലമെന്റ് നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾ ഓട്ടോമാറ്റിക്കലി ലാപ്സ് ആയി പോകും. പക്ഷേ ഈ നിയമം നിലവിലുണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള നടപടികളൊന്നും ഇല്ലാതാവില്ല, ഇൻവാലിഡേറ്റ് ചെയ്യപ്പെടില്ല. ആ നിയമം പക്ഷേ എമർജൻസി വിഡ്രോ ചെയ്ത് 6 മാസം കഴിയുമ്പോൾ ലാപ്സ് ആയി പോകും. രണ്ടാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷനകത്ത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ്. അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ എമർജൻസി ഒന്നും ഇല്ലാത്ത നോർമൽ സിറ്റുവേഷൻസിൽ ഒരു സംസ്ഥാന ഗവൺമെന്റിന് ചില കാര്യങ്ങളിൽ, ഓക്കെ, അപൂർവം ചില കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിനോട് ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. ഇപ്പോൾ ഒരു സംസ്ഥാനത്തിനകത്തുള്ള റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ഡയറക്ഷൻ കൊടുക്കാം. ആ ഡയറക്ഷൻ ഫോളോ ചെയ്യാൻ സംസ്ഥാനം ബാധ്യസ്ഥരാണ്.
പക്ഷേ നാഷണൽ എമർജൻസി നിലവിലുള്ള സമയത്ത് ഏത് വിഷയത്തിലും സംസ്ഥാന ഗവൺമെൻറ്റിന് ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യാൻ സെൻറ്ററിന് അധികാരം കിട്ടും. ഓക്കെ, ദ സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ഇഷ്യൂ ഡയറക്ഷൻസ് ടു ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ എനി സബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ ഏത് സബ്ജക്റ്റിൽ വേണമെങ്കിലും ഇവർക്ക് ഡയറക്ഷൻ ഇഷ്യൂ ചെയ്യാം. ആ ഡയറക്ഷൻസ് ഫോളോ ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ് ബാധ്യസ്ഥരായിട്ട് മാറും. ദാറ്റ് മീൻസ് ഇൻ പ്രാക്ടീസ് ഡ്യൂറിംഗ് ദി ഓപ്പറേഷൻ ഓഫ് നാഷണൽ എമർജൻസി the state government should act like a subordinate of the central government. സെൻട്രൽ ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് സംസ്ഥാനങ്ങൾ അവരുടെ ഭരണം നടത്താൻ ബാധ്യസ്ഥരാകും. ഓക്കെ, ഇതാണ് സെൻട്രൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. ഇനി മൂന്നാമത്തത് സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷനിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ ആ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിനും സ്റ്റേറ്റിനും ഇടയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂവിനകത്ത് മാറ്റം വരുത്താൻ നാഷണൽ എമർജൻസിയുടെ സമയത്ത് പ്രസിഡന്റിന് അധികാരം കിട്ടും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് യൂണിയൻ ലിസ്റ്റിലുള്ള ടാക്സബിൾ ഐറ്റംസിലൂടെ കിട്ടുന്ന വരുമാനം സെൻറ്ററിനും സ്റ്റേറ്റിനും ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷനകത്ത് മാറ്റം വരുത്താൻ, ഓക്കെ, സ്റ്റേറ്റിൻ്റെയും സെൻറ്ററിൻ്റെയും ഷെയറിനകത്ത് മാറ്റം വരുത്താൻ പ്രസിഡന്റിന് അധികാരം കിട്ടും. ആ മാറ്റം വരുത്തിയ കാര്യം എമർജൻസി വിഡ്രോ ചെയ്താലും ആ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ സെൻട്രൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് റിലേഷൻ, സെൻട്രൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ, സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ, ഇതിനെ മൂന്നിനെയും നാഷണൽ എമർജൻസി ബാധിക്കും. ഇനി ലോക്സഭയുടെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെയും ഡ്യൂറേഷനിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇന്ത്യയിൽ ലോക്സഭയുടെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയും നോർമൽ ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷമാണ്. ഓക്കെ, പക്ഷേ ഇന്ത്യയിൽ നാഷണൽ എമർജൻസി നിലവിലുള്ള സമയത്താണ് ഒരു ലോക്സഭയുടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ 5 വർഷത്തെ ടേം കംപ്ലീറ്റ് ആവുന്നതെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയ ഇലക്ഷൻ നടത്തണം. പക്ഷേ നാഷണൽ എമർജൻസിയുടെ സമയത്ത് മേ ബി നമുക്ക് ആ ഇലക്ഷൻ നടത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ സിറ്റുവേഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് നാഷണൽ എമർജൻസി നിലവിലുള്ള സമയത്ത് ലോക്സഭയുടെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൻ്റെയും ടേം 1 വർഷം വെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിനുണ്ട്. That means the Indian Parliament have the power to extend the natural duration of the Lok Sabha or State Legislative Assembly beyond the period of 5 years, okay, by extending the tenure 1 year at a time. Okay, അതായത് ഒരു സമയത്ത് 1 വർഷം വെച്ചിട്ട് ഇവർക്ക് നാഷണൽ എമർജൻസി കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം എത്ര കാലം വേണമെങ്കിലും ലോക്സഭയുടെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയും ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ അതിനകത്തൊരു കണ്ടീഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു എക്സ്റ്റെൻഡഡ് പീരിയഡിൽ ലോക്സഭയോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസോ നിലനിൽക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ എമർജൻസി വിഡ്രോ ചെയ്യപ്പെടുന്നതെങ്കിൽ വിത്തിൻ 6 മന്ത്സിനകത്ത് ആ ബോഡിയിലേക്ക് പുതിയ ഇലക്ഷൻ നടത്തിയിരിക്കണം എന്നുണ്ട്. അവർക്ക് ആ എക്സ്റ്റെൻഡഡ് പീരിയഡ് പൂർണ്ണമായിട്ടും കിട്ടില്ല. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ ഓഫ് ഡ്യൂറേഷൻ ഇന്ത്യയിൽ ആ കൂടി 2 പ്രാവശ്യം നടന്നിട്ടുള്ളൂ. അത് ഈ 75-77 എമർജൻസിയുടെ സമയത്ത് നമ്മുടെ ലോക്സഭയുടെ ടെന്യൂർ 2 പ്രാവശ്യം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോ വർഷം വെച്ചിട്ട്. ഓക്കെ, ഇതാണ് ലോക്സഭയുടെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൻ്റെയും ടെന്യൂറിൽ ഉണ്ടാക്കുന്ന ഡ്യൂറേഷനിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. ഇനി മൂന്നാമത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ്. സോ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് നാഷണൽ എമർജൻസി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് 2 സ്ഥലങ്ങളിലായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ഒന്ന് ആർട്ടിക്കിൾ 358, രണ്ട് ആർട്ടിക്കിൾ 359. സോ ആർട്ടിക്കിൾ 358 അനുസരിച്ച് ഇന്ത്യയിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത് വാറ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ കാരണമാണെങ്കിൽ, ഓക്കെ, ഇഫ് ദ നാഷണൽ എമർജൻസി ഈസ് ഡിക്ലെയർഡ് ഓൺ ദി ബേസ് ഓഫ് വാർ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ, അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 19 പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ എൻഫോഴ്സ്മെന്റ് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യപ്പെടും. അതായത് വാറിൻ്റെയോ എക്സ്റ്റേണൽ അഗ്രഷൻ്റെയോ പേരിലാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നതെങ്കിൽ സ്റ്റേറ്റിന് ആർട്ടിക്കിൾ 19 പറഞ്ഞിട്ടുള്ള ഏത് ഫണ്ടമെന്റൽ റൈറ്റിനെയും വയലേറ്റ് ചെയ്യാം. അതിനെതിരായിട്ട് നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല, കോടതിയിലൂടെ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻഫോഴ്സ്മെന്റ് സസ്പെൻഡ് ചെയ്യപ്പെടും. ഇനി ആർട്ടിക്കിൾ 359 പറയുന്നത് ഇന്ത്യയിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചാൽ അത് എന്ത് കാരണം കൊണ്ട് പ്രഖ്യാപിച്ചാലും പ്രശ്നമില്ല. ഓക്കെ, അത് വാറ് കാരണമാവും, എക്സ്റ്റേണൽ അഗ്രഷൻ കാരണമാവും, ആംഡ് റിബലിയൻ കാരണമാവും. അപ്പോൾ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിന് എന്ത് ചെയ്യാം, ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ആർട്ടിക്കിൾ 20-യും 21-ഉം അല്ലാത്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മറ്റേത് ഫണ്ടമെന്റൽ റൈറ്റിൻ്റെയും എൻഫോഴ്സ്മെന്റ് സസ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ സസ്പെൻഡ്
the enforcement of any of the fundamental rights except Article 20 and 21 through an order. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിക്കിൾ 358 359 തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 358 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർ കാരണോ എക്സ്റ്റേണൽ അഗ്രഷൻ കാരണോ നാഷണൽ എമർജൻസി വന്നാൽ മാത്രമേ 358 അപ്ലിക്കബിൾ ആവുള്ളൂ. ആൻഡ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് സംഭവിക്കുന്നത്. ആർട്ടിക്കിൾ 19 പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എൻഫോഴ്സ്മെന്റ് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യപ്പെടും, അതിനൊരു ഓർഡറിന്റെ ആവശ്യമില്ല. പക്ഷേ 359 പറയുന്നത് ഇന്ത്യയിൽ നാഷണൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ, അത് എന്ത് കാരണത്തിന്റെ പേരിലും ആവാം, നാഷണൽ എമർജൻസി വന്നാൽ ഇന്ത്യൻ പ്രസിഡന്റിന് എന്ത് ചെയ്യാം, ഒരു ഓർഡർ ഇറക്കിക്കൊണ്ട് ആർട്ടിക്കിൾ 20 21 അല്ലാത്ത ബാക്കിയുള്ള ഏത് ഫണ്ടമെന്റൽ റൈറ്റിന്റെയും എൻഫോഴ്സ്മെന്റ് സസ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ പണ്ട് കാലത്ത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആർട്ടിക്കിൾ 20 21 സസ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു, എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെയും എൻഫോഴ്സ്മെന്റ് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ 20 21 എക്സെപ്ഷൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്യപ്പെടുന്നത് 1978 44th അമെൻമെന്റിലൂടെയാണ്. ഈ 44th അമെൻമെന്റിലൂടെയാണ് 20ക്കും 21 പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രൊവിഷൻ ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നാഷണൽ എമർജൻസിയുടെ കേസ്. അപ്പോൾ ഇന്ത്യയിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് 3 പ്രാവശ്യം മാത്രമേ നാഷണൽ എമർജൻസി വന്നിട്ടുള്ളൂ. ഈ ടൈം പീരീഡ് ഒന്ന് പഠിച്ചു വെച്ചോ, കാരണം പണ്ടൊന്നും ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ചില വർഷങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഇതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററിയും പലപ്പോഴും UPSC ചോദിക്കാറുണ്ട്. ഇപ്പോൾ 2024 പ്രിലിംസിന് ഇന്ത്യയിൽ എത്ര പ്രാവശ്യം ഡിലിമിറ്റേഷൻ കമ്മീഷൻ വന്നിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇത്രയും കാലത്തിനടുത്ത് 3 പ്രാവശ്യം എമർജൻസി വന്നിട്ടുള്ളൂ. ആദ്യത്തെ എമർജൻസി വരുന്നത് 1962 അത് ചൈന ഇന്ത്യക്കെതിരായിട്ട് ആക്രമണം നടത്തിയപ്പോഴാണ്. എക്സ്റ്റേണൽ അഗ്രഷൻ ആയിരുന്നു കാരണം. അത് വിഡ്രോ ചെയ്യുന്നത് ഏകദേശം ഒരു 5 വർഷങ്ങൾക്ക് ശേഷം 1968 ജാനുവരിയിലാണ്. രണ്ടാമത്തത് 71 ഡിസംബറിലാണ്. എഗെയിൻ എക്സ്റ്റേണൽ അഗ്രഷന്റെ പേരിലാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ട് ആക്രമണം നടത്തിയപ്പോൾ 77 മാർച്ചിലാണ് അത് വിഡ്രോ ചെയ്യുന്നത്. മൂന്നാമത്തെ എമർജൻസി വരുന്നത് ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള എമർജൻസി ഇതാണ്. 75 ജൂണിലാണ്. അത് ഇന്റേണൽ ഡിസ്റ്റർബൻസിന്റെ പേരിലാണ്. 77 മാർച്ചിലാണ് ഈ നാഷണൽ എമർജൻസി വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് എമർജൻസികളും, ഈ 71ലെയും 75ലെയും എമർജൻസികൾ ഒരേ സമയത്താണ് വിഡ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 75 to 77 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സൈമൾട്ടേനിയസ് ആയിട്ട് 2 എമർജൻസികൾ ഇവിടെ ഇമ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നാഷണൽ എമർജൻസിയുടെ കേസ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള എമർജൻസി പ്രൊവിഷൻ പ്രസിഡൻസ് റൂളാണ്. സോ പ്രസിഡൻസ് റൂളിനെ കുറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ആർട്ടിക്കിൾ 356 അപ്പോൾ ഇന്ത്യയിൽ പ്രസിഡൻസ് റൂൾ എന്ത് കാരണത്തിൻ്റെ പേരിലാണ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 356 പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അനുസരിച്ചല്ല ആ സംസ്ഥാനത്തിലെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് എന്ന് ഇന്ത്യൻ പ്രസിഡന്റിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അത് ഒന്നുകിൽ ഗവർണറുടെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അതർവൈസ് മറ്റുള്ള രീതിയിലോ പ്രസിഡന്റിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രസിഡന്റിന് ആ സംസ്ഥാനത്തിലെ ഗവൺമെന്റിനെ പിരിച്ചു വിട്ടുകൊണ്ട് അവിടുത്തെ ഭരണം നേരിട്ട് ഏറ്റെടുക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ പ്രസിഡൻസ് റൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രസിഡൻസ് റൂൾ പ്രഖ്യാപിക്കാനുള്ള മറ്റൊരു കാരണം കൂടി ഉണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 365 അപ്പോൾ ആർട്ടിക്കിൾ 365 പറയുന്നത് ഒരു സംസ്ഥാന ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഡയറക്ഷൻസ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റുകൾക്ക് ഡയറക്ഷൻ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന്. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡയറക്ഷൻസ് ആ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോളോ ചെയ്യാതെ വന്നാൽ അത് ആ സംസ്ഥാനത്തിലെ ഭരണം നടക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അനുസരിച്ചല്ല എന്ന് കണക്കാക്കാനുള്ള ഒരു മാനദണ്ഡമാണെന്ന് പറയുന്നുണ്ട്. അതായത് ആ സംസ്ഥാനത്തിലെ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അനുസരിച്ചല്ല എന്ന് പ്രസിഡന്റിന് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആർട്ടിക്കിൾ 356 വന്നു. അപ്പോൾ ഈ കാരണത്തിന്റെ പേരിലും ആ സംസ്ഥാനത്തിൽ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഈ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യാൻ ഗവർണറുടെ റിപ്പോർട്ട് നിർബന്ധമല്ല. ഒന്നുകിൽ ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അതർവൈസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗവർണറുടെ റിപ്പോർട്ട് ഒന്ന് പ്രസിഡന്റിൽ അത് ബൈൻഡിങ് അല്ല, രണ്ട് പ്രസിഡന്റ് അത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യാൻ പറ്റൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രസിഡൻസ് റൂളിനകത്ത് അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾ ഡിക്ലെയർ ചെയ്യാൻ ഗവർണറുടെ റിപ്പോർട്ട് മാൻഡേറ്ററി അല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഇത്തരത്തിൽ പ്രസിഡൻസ് റൂൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 2 monthsനകത്ത്, ഇപ്പൊ നാഷണൽ എമർജൻസിയുടെ കേസ് നമ്മൾ പറഞ്ഞത് 1 month ആണ്, ഇവിടെ വിത്തിൻ 2 monthsനകത്ത് സിമ്പിൾ മെജോറിറ്റിയിൽ പാർലമെന്റിലെ 2 സഭകളും ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ഇതിനെ റാറ്റിഫൈ ചെയ്യണം. അങ്ങനെ റാറ്റിഫൈ ചെയ്താൽ 6 മാസത്തേക്ക് ഈ പ്രസിഡൻസ് റൂൾ കണ്ടിന്യൂ ചെയ്യും.
പിന്നെ എല്ലാ 6 മാസം കൂടുമ്പോഴും ഈ പാർലമെൻറ്റ് ഇതിന് സിമ്പിൾ മെജോറിറ്റിയുള്ള റാറ്റിഫിക്കേഷൻ കൊടുത്താൽ, അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രസിഡൻസ് റൂൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ 6 മാസം കൂടുമ്പോഴുള്ള പാർലമെൻ്ററി റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് 1978 44th അമെൻമെൻറ്റിലൂടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ പണ്ട് ഒരൊറ്റ പ്രാവശ്യം പാർലമെൻ്ററി അപ്രൂവൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ പാർലമെൻ്ററി അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ 6 മാസം കൂടുമ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട്. പ്രസിഡൻസ് റൂൾ ഒരു സംസ്ഥാനത്തിൽ മാക്സിമം 3 വർഷം മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. ഇപ്പം നാഷണൽ എമർജൻസിയുടെ കേസിലുള്ളതുപോലെ എല്ലാ 6 മാസം കൂടുമ്പോഴും എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. പ്രസിഡൻസ് റൂളിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 3 years ആണ്. ഇനി ഈ 3 years മീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു സംസ്ഥാനത്തിൽ പ്രസിഡൻസ് റൂൾ വന്നു, ആ പ്രസിഡൻസ് റൂള് 1 വർഷം കഴിഞ്ഞാൽ, ഓക്കെ, 1 വർഷത്തിൽ കൂടുതൽ ഒരു സംസ്ഥാനത്തിൽ പ്രസിഡൻസ് റൂൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ തന്നെ 2 കണ്ടീഷൻ മീറ്റ് ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിൽ ഇപ്പോൾ ഇലക്ഷൻ നടത്താൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു റിപ്പോർട്ട് പ്രസിഡന്റിന് കൊടുക്കണം. രണ്ടാമത്തത്, ഇന്ത്യയിൽ എവിടെയെങ്കിലും നാഷണൽ എമർജൻസി നിലവിലുണ്ടാവണം. ഈ 2 സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സംസ്ഥാനത്തിൽ പ്രസിഡൻസ് റൂൾ 1 വർഷത്തിൽ കൂടുതൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. ഇനി 1 വർഷത്തിൽ കൂടുതൽ കണ്ടിന്യൂ ചെയ്താലും മാക്സിമം 3 വർഷം വരെ മാത്രമേ പ്രസിഡൻസ് റൂൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 1 വർഷത്തിൽ കൂടുതൽ പ്രസിഡൻസ് റൂൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഈ 2 കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം എന്നുള്ളതും 1978 44th അമെൻമെൻറ്റിലൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ഈ പ്രസിഡൻസ് റൂൾ എങ്ങനെയാണ് റിവോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രസിഡൻസ് റൂൾ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റിന് മറ്റൊരു ഓർഡർ ഇറക്കിക്കൊണ്ട് റിവോക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഈ 3 വർഷം പൂർത്തിയാവണം, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴുള്ള പീരിയോഡിക്കൽ അപ്രൂവലൊക്കെ കിട്ടാതാവണം. അതല്ലാതെ പ്രസിഡൻസ് റൂൾ പിൻവലിക്കാൻ വേറെ ഒരു മാർഗം ഇല്ല. ഓക്കെ, ഇനി പ്രസിഡൻസ് റൂള് ഒരു സംസ്ഥാനത്തിന്റെ അഡ്മിനിസ്ട്രേഷനകത്ത് എന്ത് മാറ്റം വരുത്തും, എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു മനസ്സിലാക്കുക. ഇത് ആ സംസ്ഥാനത്തിന് മാത്രമേ പ്രസിഡൻസ് റൂൾ ബാധിക്കുള്ളൂ, വേറെ ആരും ഇത് ബാധിക്കില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിലെ എല്ലാ തരത്തിലുള്ള എക്സിക്യൂട്ടീവ് പവേഴ്സും പ്രസിഡന്റ് ടേക്ക് ഓവർ ചെയ്യും. ഓക്കെ, ആ സംസ്ഥാനത്തിലെ ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പ്രസിഡന്റ് പിരിച്ചുവിടും. അത് മാൻഡേറ്ററി ആണ്. ഓക്കെ, മന്ത്രിസഭയെ പിരിച്ചുവിടുക എന്നുള്ളത്. അതിനുശേഷം ആ സംസ്ഥാനത്തിലെ എക്സിക്യൂട്ടീവ് പവേഴ്സ് പ്രസിഡന്റ് ഏറ്റെടുക്കും. എന്നിട്ട് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഓഫീസറിലൂടെയോ ആ സംസ്ഥാനത്തിന്റെ ഭരണം നടത്തും. ഓക്കെ, നോർമലി പ്രസിഡന്റ് ചെയ്യാറുള്ളത് കറസ്പോണ്ടിങ് സ്റ്റേറ്റിലെ ഗവർണർക്ക് ആ സംസ്ഥാനത്തിന്റെ ഭരണത്തിനുള്ള അധികാരം കൊടുക്കലാണ് ചെയ്യാറുള്ളത്. പക്ഷെ പ്രസിഡന്റിന് വേണമെങ്കിൽ നേരിട്ട് ആ സംസ്ഥാനത്തിനെ ഭരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുണ്ടാക്കുന്ന മെയിൻ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പിരിച്ചുവിടപ്പെടും. അത് നിർബന്ധമാണ്. ഇനി രണ്ടാമത്തത്, ആ സംസ്ഥാനത്തിലെ ലെജിസ്ലേച്ചർ ഒന്നുകിൽ സസ്പെൻഡ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യപ്പെടും. ഒന്നുകിൽ ആ നിയമസഭനെ പിരിച്ചുവിടും അല്ലെങ്കിൽ ആ നിയമസഭനെ സസ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ സംസ്ഥാനത്തിലെ നിയമസഭ വർക്കിംഗ് ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പ്രവർത്തനരഹിതമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് എന്ത് ചെയ്യാം, ആ സംസ്ഥാനത്തിലെ നിയമസഭയുടെ അധികാരങ്ങൾ ഇന്ത്യൻ പാർലമെന്റിന് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ കൊടുത്താൽ ഇന്ത്യൻ പാർലമെന്റ് ആയിരിക്കും ആ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കുന്നതും അതേപോലെ തന്നെ ആ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് പാസ്സാക്കുന്നതും ഒക്കെ. ഇനി ഇത്തരത്തിൽ പ്രസിഡൻസ് റൂൾ നിലവിലുള്ള സമയത്ത് ഇന്ത്യൻ പാർലമെന്റ് ആ സംസ്ഥാനത്തിന് വേണ്ടി ഒരു നിയമം പാസ്സാക്കിയെന്ന് വെച്ചോ, ആ നിയമം പക്ഷേ പെർമനന്റ് ലോ ആയിരിക്കും. ആ നിയമം ഒരിക്കലും നാഷണൽ എമർജൻസിയുടെ കേസിൽ സംഭവിച്ചതുപോലെ ലാപ്സ് ആയി പോവില്ല. പക്ഷേ വൺസ് ആ സംസ്ഥാനത്തിലെ പ്രസിഡൻസ് റൂൾ വിഡ്രോ ചെയ്ത് ആ സംസ്ഥാനത്തിലെ നിയമസഭ തിരിച്ച് നിലവിൽ വന്നു കഴിഞ്ഞാൽ ആ നിയമം റിപ്പീൽ ചെയ്യാനും, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റുകളുടെ ആ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് പാർലമെന്റ് ആ സമയത്ത് നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങളെ റിപ്പീൽ ചെയ്യാനും അമെൻഡ് ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് കിട്ടും. ആ നിയമങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇല്ലാതാവില്ല. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഇമ്പാക്റ്റ്. മൂന്നാമത്തെ ഇമ്പാക്റ്റ്, ആ സംസ്ഥാനത്തിനകത്തുള്ള മറ്റേതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെയും അല്ലെങ്കിൽ മറ്റേതൊരു ബോഡിയുടെയും അല്ലെങ്കിൽ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്, എക്സെപ്റ്റ് ദ ഹൈക്കോർട്ട് ഓഫ് ദി സ്റ്റേറ്റ്. ഓക്കെ, ആ സംസ്ഥാനത്തിലെ ഹൈക്കോടതിയെ തൊടാൻ പറ്റില്ല. ആ സംസ്ഥാനത്തുള്ള മറ്റേത് ബോഡിയുമായിട്ടും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനെ പ്രസിഡന്റിന് സസ്പെൻഡ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ഓപ്ഷനാണ്. ഇപ്പോൾ ഇതൊരിക്കലും UPSC ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൽ പ്രസിഡൻസ് റൂൾ വന്നു കഴിഞ്ഞാൽ
ആ സംസ്ഥാനത്തിലെ നിയമസഭ പിരിച്ചുവിടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമില്ല. ഓക്കെ, നിയമസഭനെ സസ്പെൻഷനിൽ വെക്കാൻ പറ്റും, സസ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യാം. വർക്കിംഗ് ആയിരിക്കില്ല എന്നേ ഉള്ളൂ, പിരിച്ചുവിടണം നിർബന്ധമില്ല. സംസ്ഥാനത്തിലെ ലോക്കൽ ബോഡീസ് പിരിച്ചുവിടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിച്ചുവിടാം. ഓക്കെ, അതായത് ആ സംസ്ഥാനത്തിലുള്ള ഏത് ബോഡിയായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനെയും പ്രസിഡന്റിനെ സസ്പെൻഡ് ചെയ്യാം, പക്ഷെ അത് വേണമെങ്കിൽ ചെയ്താൽ മതി. അവിടെ മാൻഡേറ്ററിലി സംഭവിക്കുന്ന ഒരേ ഒരു കാര്യം ആ സംസ്ഥാനത്തിലെ ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പിരിച്ചുവിടുന്നതാണ്. അത് നിർബന്ധമായിട്ടും ചെയ്യണം. അതേപോലെ തന്നെ ഹൈക്കോടതിയെ തൊടാൻ പറ്റില്ല പ്രസിഡൻസ് റൂളിന്റെ സമയത്ത്. അതേപോലെ തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഒന്നും പ്രസിഡൻസ് റൂൾ ഒരു തരത്തിലും ബാധിക്കില്ല. അപ്പോൾ ഇതാണ് പ്രസിഡൻസ് റൂളിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് ഫിനാൻഷ്യൽ എമർജൻസിയാണ്. ഫിനാൻഷ്യൽ എമർജൻസിയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 360 അതായത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഓഫ് ഇന്ത്യയോ ത്രെട്ടൻ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വരികയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമിനന്റ് ഡേഞ്ചർ ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് ഇന്ത്യൻ പ്രസിഡന്റിന് ഇന്ത്യയിൽ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള അധികാരം കിട്ടുക. ഓക്കെ, അപ്പോൾ ആ സാഹചര്യത്തിലാണ്, ഈ കാരണങ്ങളുടെ പേരിലാണ് ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റുക. അങ്ങനെ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 2 months സിമ്പിൾ മെജോറിറ്റിയിൽ പാർലമെന്റ് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് ഇതിന് അംഗീകാരം കൊടുക്കണം, ഇതിനെ റാറ്റിഫൈ ചെയ്യണം. അങ്ങനെ പാർലമെന്റ് സിമ്പിൾ മെജോറിറ്റിയിൽ 2 മാസത്തിനകത്ത് ഫിനാൻഷ്യൽ എമർജൻസിക്ക് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പ്രസിഡന്റ് ഇത് വിഡ്രോ ചെയ്യുന്നത് വരെ ഫിനാൻഷ്യൽ എമർജൻസി കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നാഷണൽ എമർജൻസിയുടെയും പ്രസിഡൻസ് റൂളിന്റെയും കേസിൽ പഠിച്ചതുപോലെ പീരിയോഡിക്കൽ ആയിട്ടുള്ള അപ്രൂവൽ 6 മാസം കൂടുമ്പോഴുള്ള അപ്രൂവൽ ഫിനാൻഷ്യൽ എമർജൻസിയുടെ കേസിൽ ആവശ്യമില്ല. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ എമർജൻസിക്ക് ഒരു അപ്പർ ലിമിറ്റ് ഇല്ല, ഇത് എത്ര കാലം വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരിക്കൽ പോലും ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഇനി ഫിനാൻഷ്യൽ എമർജൻസി ഇവിടെ നിലവിലുള്ള സിസ്റ്റത്തിനകത്ത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് വർദ്ധിക്കും. ഓക്കെ, ഫിനാൻഷ്യൽ മാറ്റേഴ്സിനകത്ത്. അപ്പോൾ അതെങ്ങനെയാണ് വർദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഡയറക്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ അവരുടെ ഫിനാൻസസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതായത് സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന ഫിനാൻഷ്യൽ പ്രൊപ്രൈറ്റികൾ സ്റ്റേറ്റുകൾ ഫോളോ ചെയ്യണം എന്നർത്ഥം. സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന രീതിയിൽ സംസ്ഥാനങ്ങൾ അവരുടെ ഫിനാൻസ് ഹാൻഡിൽ ചെയ്യണം. 2, സെൻട്രൽ ഗവൺമെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഡയറക്ഷൻസ് പ്രസിഡന്റ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഡയറക്ഷൻസ് ഫോളോ ചെയ്യാൻ ഗവൺമെന്റുകൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ആ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റിന് അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും? ഒന്ന്, ആ സംസ്ഥാനത്തിൻ്റെ കീഴിൽ, സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഏതൊരു ഉദ്യോഗസ്ഥൻ്റെയും സാലറിയും അലവൻസും കുറക്കാൻ പ്രസിഡന്റിന് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടാം. അത് സംസ്ഥാനങ്ങൾ കുറയ്ക്കേണ്ടി വരും. രണ്ടാമതായിട്ട്, സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന എല്ലാ തരത്തിലുള്ള മണി ബില്ലുകളും ഫിനാൻഷ്യൽ ബില്ലുകളും പ്രസിഡന്റിന്റെ കൺസിഡറേഷനിലേക്ക് റിസർവ് ചെയ്യാൻ ഗവർണറോട് ആവശ്യപ്പെടാം. അപ്പോൾ അത് ഗവർണർ ചെയ്യേണ്ടി വരും. മൂന്നാമതായിട്ട്, ഇത് കൂടാതെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏതൊരു ഉദ്യോഗസ്ഥരുടെയും ശമ്പളം കുറക്കാൻ പ്രസിഡന്റിന് ആവശ്യപ്പെടാം. അതേപോലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ സാലറിയും അലവൻസും കുറക്കാനും പ്രസിഡന്റിന് ആവശ്യപ്പെടാം. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കുക, നമ്മുടെ ഇന്ത്യയിൽ സുപ്രീം കോർട്ടിലെയും ഹൈക്കോർട്ടിലെയും ജഡ്ജിമാരുടെ സാലറിയും അലവൻസും സാധാരണഗതിയിൽ വൺസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറക്കാൻ പാടില്ല. പക്ഷേ ഇവരുടെ ശമ്പളവും അലവൻസും കുറക്കാൻ പറ്റുന്ന ഒരേ ഒരു എക്സെപ്ഷണൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എമർജൻസി മാത്രമാണ്. അതായത് ഫിനാൻഷ്യൽ എമർജൻസിയുടെ സാഹചര്യത്തിൽ മാത്രമേ സുപ്രീം കോർട്ടിലെയും ഹൈക്കോർട്ടിലെയും ജഡ്ജിമാരുടെ സാലറിയും അലവൻസും കുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഫിനാൻഷ്യൽ എമർജൻസിയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എമർജൻസീസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിങ്ങളെ UPSC തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റുകളോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഫ്രെയിം ചെയ്യാൻ സാധ്യതയുള്ള ചില ഏരിയാസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ചില ഏരിയാസ്, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ചില ഏരിയാസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതിലൊന്നാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള പ്രൊസീജിയർ. അതായത് സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് പ്രസിഡന്റിന്റെ എല്ലാ അധികാരങ്ങളും എക്സസൈസ് ചെയ്യുന്നത് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡ് ആൻഡ് അഡ്വൈസിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ്. പക്ഷെ നാഷണൽ എമർജൻസിയുടെ കേസിൽ യൂണിയൻ ക്യാബിനറ്റിന്റെ റിട്ടൺ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് എമർജൻസി പ്രഖ്യാപിക്കുന്നത്. സോ ദർ ഇസ് എ വിസിബിൾ ഡിഫറൻസ്. ഇവിടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നല്ല പറയുന്നത്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് എയ്ഡ് ആൻഡ് അഡ്വൈസ് എന്നല്ല പറയുന്നത്, റിട്ടൺ റെക്കമെൻഡേഷൻ എന്നാണ് പറയുന്നത്. ഇത് 1978 44th അമെൻമെന്റിലൂടെ ആഡ് ചെയ്യപ്പെട്ടതാണ്.
ഈ ആർട്ടിക്കിൾ 352 മാത്രമേ നിങ്ങൾക്ക് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന വാക്ക് കാണാൻ പറ്റൂ. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, ഇന്ത്യൻ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് റീസൺസിൻ്റെ പേരിൽ, ഡിഫറെൻറ്റ് ഗ്രൗണ്ട്സിൻ്റെ പേരിൽ ഡിഫറെൻറ്റ് എമർജൻസീസ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് there may be simultaneous emergencies in operation at any given moment in India. ഇപ്പോൾ 75 തൊട്ട് 77 വരെയുള്ള കാലഘട്ടത്തിൽ 2 നാഷണൽ എമർജൻസികൾ ഒരേ സമയം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇതും 75-ലെ 38th അമെൻമെന്റിലൂടെ വന്നതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇടക്കാലത്ത് ആഡ് ചെയ്തതാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 358-ഉം 359-ഉം തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 358 അനുസരിച്ച് ആർട്ടിക്കിൾ 19-ന്റെ ഓട്ടോമാറ്റിക് സസ്പെൻഷൻ ആണ് പറയുന്നത്. അത് വാറിന്റെയോ എക്സ്റ്റേണൽ അഗ്രഷന്റെയോ പേരിൽ എമർജൻസി വന്നാലേ സംഭവിക്കൂ. ആർട്ടിക്കിൾ 359-ൽ പറയുന്നത് പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെയുള്ള സസ്പെൻഷൻ ആണ്. 2021 ഒഴികെയുള്ള ബാക്കിയുള്ള ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഒക്കെ എൻഫോഴ്സ്മെന്റ് സസ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത്. സോ ആ ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ തന്നെ പ്രസിഡൻസ് റൂളിന്റെ കേസിൽ പ്രസിഡൻസ് റൂളിന് ഗവർണറുടെ റിപ്പോർട്ട് മാൻഡേറ്ററി അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആ റിപ്പോർട്ട് പ്രസിഡന്റിൽ ബൈൻഡിങ് അല്ല എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. കാരണം ഒരു പബ്ലിക് പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡൻസ് റൂൾ പ്രഖ്യാപിക്കണമെങ്കിൽ ഗവർണറുടെ റിപ്പോർട്ട് വേണമെന്നാണ്. അത് നിർബന്ധമില്ല, അത് പ്രസിഡന്റിൽ ബൈൻഡിങ്ങും അല്ല. ഇനി അതേപോലെ തന്നെ ഫിനാൻഷ്യൽ എമർജൻസിയുടെ കേസിൽ ഇന്ത്യയിൽ ഇതുവരെ ഒരിക്കൽ പോലും ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ പ്രസിഡൻസ് റൂളിന്റെ കേസിൽ 3 വർഷം എന്ന് പറയുന്ന ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട്. ഇന്ത്യയിലെ എമർജൻസീസിനകത്ത് അപ്പർ ലിമിറ്റ് പറയുന്ന ഒരേ ഒരു എമർജൻസി പ്രസിഡൻസ് റൂളാണ്. അതിൽ 1 വർഷത്തിൽ കൂടുതൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ തന്നെ 2 കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ എമർജൻസി പ്രൊവിഷൻസിനകത്ത് നിങ്ങൾക്ക് പ്രിലിംസിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചില കൺഫ്യൂസിങ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഓൾ.